കടലോളം കണ്ണീർ നൽകി അവൾ കടലിൽ മുങ്ങി. യുവസുന്ദരിയെ കടലെടുത്തു. നറുയൗവനത്തിൽ മരണപ്പെടുന്ന അനേകരുടെ ഓർമ്മകൾ ലോകത്തെ നടുക്കാറുണ്ട്, ഉറ്റവരെ തകർക്കാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു മരണം കൂടി. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ മിടുമിടുക്കി സ്റ്റുഡൻ്റ് ആയിരുന്ന കോനങ്കി, സുദീക്ഷ കോനങ്കി, അവൾ ഡൊമിനിക് റിപ്പബ്ലിക്കിലെ ഉല്ലാസയാത്രയ്ക്കിടയിൽ മുങ്ങി മരിച്ചു. അമേരിക്കയിലെ പെർമനന്റ് റെസിഡന്റ് ആണെങ്കിലും ഇന്ത്യൻ പൗരത്വമുള്ളവളാണ് സുദീക്ഷ കോനങ്കി. തദ്ദേശത്തെ ഒഫീഷ്യൽസ് അറിയിക്കുന്നതനുസരിച്ച് പൂന്താക്കാന എന്ന സ്ഥലത്തുകൂടി സഞ്ചരിച്ചിരുന്ന 6 യുവ ഉല്ലാസയാത്രക്കാരിൽ ഒരുവളായിരുന്നു അവൾ. ഒരു രാത്രിയിലെ ഉല്ലാസ വിരുന്നിന് ശേഷം അവർ ബീച്ചിൽ ചെലവഴിച്ചു. ഏതാണ്ട് പ്രഭാതമായപ്പോൾ ഏകദേശം ഒരു 5:55 കൂടി എല്ലാവരും ഹോട്ടലിലേക്ക് മടങ്ങി. സുദീക്ഷ കോനങ്കിയും മറ്റൊരാളും അവിടെ ബാക്കിയായി നിന്നു. അവർ ഇതിനിടയിൽ ഒരു ഉല്ലാസ നീന്തലിന് ശ്രമിച്ചു. എന്നാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന തിരമാലയുടെ ശക്തിയിൽ പെട്ടുപോയതാണ് എന്നാണ് നിഗമനം. വളരെ മനോഹരമായ പൂന്താക്കാനയിലെ ബീച്ച് ആകർഷണീയമാണ്. അങ്ങനെ ആകർഷിപ്പിക്കുന്ന പലതിൻ്റെയും ഉള്ളിൽ അപകടമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ മിന്നുന്ന പലതിൻ്റെയും പിറകിൽ പല അപകടങ്ങളും നമ്മെ കാത്തിരിക്കുന്നുവെന്ന് സാരം. പോലീസ് ഒഫീഷ്യൽസ് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു അപകടമരണം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 22-കാരനായ ജോഷുവ റീബ് നൽകുന്ന മൊഴി പ്രകാരം അതിശക്തമായ തിരമാല കോനങ്കിയെ വലയം ചെയ്യുകയായിരുന്നു. തുടക്കത്തിൽ ഈ ജോഷുവ റീബ് നൽകിയ മൊഴി അനുസരിച്ച് ഇദ്ദേഹത്തിലേക്ക് അന്വേഷണം നീങ്ങുന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അന്വേഷണ സംഘം പറയുന്നത് ജോഷുവ ഈ കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്ന് അവർ സംശയിക്കുന്നില്ല എന്നാണ്. തുടക്കത്തിൽ ലഭിച്ച 3 വ്യത്യസ്ത മൊഴികളാണ് ജോഷുവയിലേക്ക് അന്വേഷണം നീങ്ങാൻ ഇടയാക്കിയത്. തന്നെയുമല്ല, ജോഷുവയാണ് അവസാന സമയങ്ങളിൽ കോനങ്കിയോടൊപ്പം ഉണ്ടായിരുന്നത്. മാർച്ച് 6 പുലർച്ചെ സുദീക്ഷയെ ബീച്ച് റോഡിലെ CCTVയിൽ കണ്ടു എന്നാണ് റിപ്പോർട്ട്. 2006 മുതൽ US-ലെ സ്ഥിര താമസക്കാരാണ് സുദീക്ഷയും കുടുംബവും. സുദീക്ഷയുടെ പിതാവ് സുബ്ബറായുഡു കോനങ്കിയാണ്, മാതാവ് ശ്രീദേവി കോനങ്കി. പോലീസ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇതൊരു മുങ്ങിമരണം തന്നെയാണ്.